അതെ അർജുൻ, അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച പോലെ തന്നെ ഈ ഒരു അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പോലും വെല്ലുവിളിയായിരുന്നു. അപ്പോൾ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അർജുൻ ആയങ്കിക്ക്, അതായത് തന്നെ പിടികൂടാൻ കേരള പോലീസിന് കഴിയില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു കല്യാട്? അതോടൊപ്പം ഈ ഒളിവിലിരുന്നു കൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് വരും, അതുവരെ നിങ്ങൾക്ക് എന്നെ പിടികൂടാൻ കഴിയില്ല, തന്നെ തൊടാൻ പോലും കഴിയില്ല, പുറകെ ഓടി മെനക്കെടേണ്ടതില്ല. അപ്പോൾ ഒളിവിലിരുന്നു കൊണ്ടുള്ള അർജുൻ ആയങ്കയുടെ നീക്കങ്ങൾ അത് സുപ്രീം കോടതിയിൽ ഒരു നിയമപരമായി തന്നെ ഒരു അനുകൂല വിധി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അല്ലേ? ഷിഹാസ, തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർജുൻ ആയങ്കിയുടെ ആത്മവിശ്വാസത്തിന് കാരണം അത് തന്നെയാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് പോയി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നേടുക, തിരികെ വരിക, അതോടൊപ്പം തന്നെ അതുവരെയും, അതായത് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കങ്ങൾ നടത്തുന്നതുവരെയും അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് വരെയും പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലായി മാറി മാറി നിൽക്കുക. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ അർജുൻ ആയങ്കിക്ക് സുപരിചിതമായ ഒരു സ്ഥലം എന്ന തരത്തിലായിരിക്കണം ഒരുപക്ഷെ കണ്ണൂർ അർജുൻ ആയങ്കി തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് നിന്നും ഒരുപക്ഷെ പല ഇടങ്ങളിലേക്ക്, ഒരുപക്ഷെ എറണാകുളത്ത് നിന്നും നേരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ അതിനു പുറമെ അദ്ദേഹം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ അർജുൻ ആയങ്കി തിരഞ്ഞെടുത്തത് എറണാകുളത്ത് നിന്നും നേരെ കണ്ണൂരിലേക്ക് എത്തുക. കണ്ണൂരിലെത്തിക്കഴിഞ്ഞാൽ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് വലയങ്ങൾ, അതുപോലെ തന്നെ സംരക്ഷണം നൽകുന്ന ചിലയിടങ്ങൾ, നേരത്തെ തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങൾ കണ്ണൂരിലുണ്ട്. പോലീസിനെ കണ്ണുവെച്ചിട്ട് ഒളിക്കാനുള്ള ഒളിത്താവളങ്ങൾ അർജുൻ്റെ അറിവിലുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം വെച്ചായിരിക്കും ഒരുപക്ഷെ കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരം നീക്കങ്ങളെല്ലാം പോലീസ് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ പോലീസിൻ്റെ നീക്കങ്ങൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പോലീസിൻ്റെ നീക്കങ്ങൾക്ക് ഒരു പടി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അർജുൻ ആയങ്കിക്ക് ഇത്രയും ദിവസം സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ കണ്ണൂരിലേക്ക് എത്തിയപ്പോൾ അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾക്ക് വിരാമമിടാൻ അല്ലെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിന് അതിനേക്കാൾ ഒരു പടി മുന്നിൽ എത്താൻ വേണ്ടി കഴിഞ്ഞതാണ് അർജുൻ ആയങ്കിയെ രക്ഷപ്പെടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അർജുൻ ആയങ്കി പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിച്ച് നിൽക്കുന്നതിൽ നിന്നും പോലീസിനെ അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കണ്ണൂർ തിരഞ്ഞെടുക്കാൻ അർജുൻ ആയങ്കിക്ക് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാവൂ, അത് അർജുന് സുപരിചിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒളിച്ച് കളിക്കാനുള്ള അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കാനുള്ള ഇടങ്ങൾ അർജുന് സുപരിചിതമാണ് എന്നതായിരിക്കും കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നീക്കങ്ങൾ, പോലീസ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ നടത്തുമ്പോഴും, അതായത് ആദ്യം അർജുൻ ആയങ്കി ഉണ്ടായത് എറണാകുളത്താണ് എന്നുള്ളതായിരുന്നു ആദ്യം വലിയ രീതിയിൽ വാർത്തകൾ പരന്നിരുന്നത്. ആ ഘട്ടങ്ങളിലും എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ പോലീസ് നടത്തി. അതിനിടയിലാണ് അർജുൻ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പോലീസ് തൃശ്ശൂരിൽ വ്യാപകമായ രീതിയിൽ പരിശോധന നടത്തുന്നു. ആ ഘട്ടത്തിലാണ് തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലുണ്ട് എന്ന് പോലീസിനെ പരിഗണിച്ചുകൊണ്ട് അല്ലെ കബളിപ്പിച്ചുകൊണ്ട് അർജുൻ്റെ ഒരു പോസ്റ്റ് വരുന്നത്. ആ ഘട്ടത്തിലാണ് ഏതെങ്കിലും ഘട്ടത്തിൽ അർജുനെ നേരിൽ കാണുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടനത്തിൽ ഏർപ്പെടുന്നതിലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന രീതിയിൽ പോലീസിന് ചില നടപടികൾ സ്വീകരിക്കാം, വേണമെങ്കിൽ വെടിവെക്കാം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ ആ തൃശ്ശൂരിൽ നിന്നും അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. പിന്നീടാണ് മലപ്പുറത്ത് നിന്നും ചില CCTV ദൃശ്യങ്ങൾ, അത് കഴിഞ്ഞ ബുധനാഴ്ചത്തേതാണെങ്കിൽ കൂടി മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് അർജുനുണ്ട് എന്നുള്ള അല്ലെങ്കിൽ അർജുന് ചില നെറ്റ്വർക്കുകൾ മലപ്പുറത്തുമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അർജുന് നേരത്തെയും മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. കാരണം സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ ഇടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം കടത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പൊട്ടിക്കലും അവസാനം കോഴിക്കോട് മലപ്പുറം അതിർത്തി ആയിട്ടുള്ള രാമനാട്ടുകരയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മലപ്പുറത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന വഴിയായിട്ടുള്ള രാമനാട്ടുകരയിൽ വെച്ചൊരു അപകടം സംഭവിക്കുന്നു. അവിടെയാണ് അർജുൻ ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അപ്പോൾ ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അർജുന് ചില സുഹൃത്ത് വലയങ്ങളുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ തരത്തിൽ ഈ പറയുന്ന രീതിയിൽ പോലീസ് പിടികൂടുന്നു അർജുനെ. ഈ പറയുന്ന രീതിയിൽ രാമനാട്ടുകരയിൽ എറണാകുളത്ത് കണ്ടവരുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് പാലിയേക്കര ടോൾ പ്ലാസ വഴി തൃശ്ശൂരിലേക്ക്, അവിടെ പോയും വെല്ലുവിളി, അവിടെ നിന്ന് സഹോദരൻ അഖിലിനെയും പെൺസുഹൃത്തിനെയും പിടികൂടുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്
സുഹൃത്തുക്കൾ അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെ പിടികൂടുന്നു. പിന്നീട് ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അവിടെ മലപ്പുറത്ത് വന്ന് എടപ്പാളിൽ വന്ന് കൂളായി ചായ കുടിച്ചിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി കടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളിലാണ് ഇനിയിപ്പോൾ അഭയം പ്രാപിക്കാൻ അർജുൻ ആയങ്കി ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകൾ വന്നു. സ്വർണ്ണക്കടത്ത് സംഘം സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയതായി ഇപ്പോൾ ഒരു പ്രതികരണം. അതെ 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 ഒന്ന് പോട്ടെ. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടി കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പരിശോധന. അങ്ങനെ ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് കേരള പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. അത് കേരള പോലീസിനൊരു അഭിമാന നിമിഷം കൂടിയായി മാറുകയാണ്. കാരണം കുറേ ദിവസങ്ങളായി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു അർജുൻ ആയങ്കി.